മനോഹരമായ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് പ്രകാരമായിരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായും സാവകാശത്തിനായും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവവചനത്തിന് മുമ്പാകെ ഈ സന്ധ്യാസമയമായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ മഹാസർപ്പവും സ്ത്രീയും എന്നുള്ളതായ വിഷയം, ആൺകുട്ടിയും എന്നുള്ളതായ വിഷയമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് നിർത്തിയത്. അതിൻ്റെ തുടർച്ച എന്നുള്ളതായ നിലയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 5-ാം വാക്യത്തിലേക്ക് ക്ഷണിക്കും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. 6-ാം വാക്യം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഈ ഭാഗത്ത് നാം കാണുന്നത് ആൺകുട്ടി ജനിക്കുന്നു. ആൺകുട്ടി ജനിച്ച ഉടനെ തന്നെ ഈ ആൺകുട്ടിയെ ഇല്ലാതാക്കുവാൻ എന്ത് ചെയ്യുന്നു? പിശാച് ശ്രമിക്കുന്നു. നാം ഈ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് യാദൃച്ഛികമായ സംഭവമല്ല എന്നുള്ളത് നമുക്കറിയാം. ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ കാണുന്ന കാര്യമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ പിശാചിന് അന്ന് മുതൽ അറിയാം സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ ജനിക്കും. അവൻ എൻ്റെ അന്തകനായിരിക്കും, അല്ലെങ്കിൽ എന്നെ കൊല്ലുന്നത്, അല്ലെങ്കിൽ എൻ്റെ അവസാനം അവൻ മുഖേന ആയിരിക്കും എന്നുള്ളത് പിശാചിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജനനം ഭൂമിയിൽ നടക്കാതിരിക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ അത് പിശാച് ചെയ്തു. നോക്കണം, മനുഷ്യോൽപ്പത്തിയുടെ ആരംഭ സമയത്ത് തന്നെ, അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് ഏദനിൽ വാഗ്ദത്തം കൊടുത്തപ്പോൾ ഉടനെ തന്നെ അടുത്ത് തന്നെ അവിടെ സംഭവിക്കുന്ന ആ വിഷയം കൊലപാതകമാണ്. ആദമിൻ്റെ വീട്ടിൽ ആൺമക്കളിൽ ഒരുവൻ എന്ത് ചെയ്യുക? കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അവൻ മുഖേന ഹാബേലിൻ്റെ ഗണത്തിൽ ഒരു സന്തതി പരമ്പരയിൽ ഒരു ജനനം ഉണ്ടാകാതിരിക്കുവാൻ ഹാബേലിനെ ഭൂമിയിൽ ഇല്ലാതാക്കുന്നതാണ് നാം അവിടെ കാണുന്നത്. അതിനുശേഷം ചരിത്രം നാം മുമ്പോട്ട് പഠിക്കുമ്പോൾ മോശയുടെ കാലത്തും നമുക്കറിയാം കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? നീലനദിയിൽ ഒഴുക്കിക്കളയുന്നു. അതിനുശേഷമായിട്ട് പിന്നെ എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ട കഥാപാത്രം യഹൂദ ജാതിയെ ഭൂമിയിൽ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കാര്യം പിശാചിനറിയാം യഹൂദനോടുള്ള ബന്ധത്തിലാണ് മശിഹ ജനിക്കേണ്ടത്. റോമാലേഖനത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നു, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് യഹൂദന്മാരോട്, അല്ലെങ്കിൽ യഹൂദ സമൂഹത്തോട് ബന്ധപ്പെട്ടാണ്. വംശാവലി നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ യഹൂദ ഗോത്രങ്ങളിൽ എങ്ങും ഇങ്ങനൊരു ജനനം ഉണ്ടാകാതിരിക്കുവാൻ പിശാച് ശ്രമിച്ചു. അത് ഇല്ലാതാക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ അത് പിശാച് ചെയ്തു. അതിൻ്റെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തെളിവാണ് ഹെരോദാവിൻ്റെ കാലത്ത് ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുവാനുള്ള കൽപ്പന. ആ കൂട്ടത്തിൽ യേശു കുഞ്ഞും മരിച്ചോളും എന്നുള്ള ചിന്തയാണ്. അവിടെ കൊണ്ട് നിർത്തിയില്ല. അന്ന് യേശു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അടുത്തതായിട്ട് നമ്മൾ കാണുന്നു, മരുഭൂമിയിലേക്ക് പിശാച് തന്നെ കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി. അവനെ അവിടെ പരീക്ഷിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അവിടെ വെച്ച് അവസാനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ വീണ് ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാചിനെ വീണ് നമസ്കരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി തകർക്കുവാനുള്ളതായ ശ്രമമായിരുന്നു. അവിടെ വചനത്താൽ എന്ത് ചെയ്തു? യേശുക്രിസ്തു അതിനെ അതിജീവിച്ചു. അടുത്തത്, യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ളതായ ശിഷ്യന്മാരിൽ പിശാച് കയറി. ആദ്യം പത്രോസിലൂടെ കയറി നോക്കിയപ്പോഴാണ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, തൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ സൂചിപ്പിച്ചതായ സമയത്ത് പത്രോസ് പറഞ്ഞു, അങ്ങനെ നിനക്ക് സംഭവിക്കരുതേ എന്ന് പറഞ്ഞു. അവിടെ അതിനോട് ശേഷം പത്രോസുമായി കർത്താവ് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പിശാച് നിന്നെ കോതമ്പ് പാറ്റേണ്ടതുപോലെ പാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അങ്ങനെ പത്രോസിനെ അവിടെ യഥാസ്ഥാനപ്പെടുത്തി നിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യൂദയിലൂടെ എന്ത് ചെയ്തു? അടുത്ത പരീക്ഷണം നടത്തി. യൂദയിലൂടെ പരീക്ഷണത്തിൽ പിശാച് വിജയിച്ചു. അതിനിടയിൽ നമുക്ക് കാണാൻ കഴിയും, യേശുക്രിസ്തു പുരുഷാരത്തിനിടയിലൂടെ നടന്നു പോകുമ്പോൾ അവനെ തള്ളിയിടുവാനായിട്ട് എന്ത് ചെയ്തു? അവരാഗ്രഹിച്ചു. മലയുടെ ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ തള്ളിയിടുക. എന്നാൽ എങ്ങനെ ഇല്ലാതാക്കുവാൻ കഴിയുമോ? പുത്രൻ ജനിച്ചുപോയി. പിശാചിനറിയാം സ്ത്രീയുടെ സന്തതി ജനിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇല്ലാതാക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം നാം നോക്കിയാൽ ഗത്സമന തോട്ടത്തിൽ
കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ മരണം ഒഴിവാകുന്നുള്ള നിലയിൽ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ എന്നുള്ള ആ നിലയിൽ ഉള്ള നിലവിളിയാണ്. അവിടെ കാര്യം യേശു ക്രിസ്തുവിൻ്റെ മരണം നടന്നില്ലായിരുന്നെങ്കിൽ പിശാച് വിജയിച്ചു. കാര്യം മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രൻ മുഖേന ഒരുക്കിയിരിക്കുന്ന വീണ്ടെടുപ്പ് പദ്ധതി നടക്കാതിരിക്കുക എന്നുള്ളതാണ്. അതില്ല, യേശു ക്രിസ്തു മരിക്കാതിരുന്നാൽ മതിയല്ലോ. യേശു ക്രിസ്തു മരിക്കാതിരുന്നാൽ ഈ പദ്ധതി പൊളിഞ്ഞു എന്നുള്ളതാണ്. അതിനും പിശാച് ശ്രമിച്ചു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പിശാച് ചെയ്ത് നോക്കിയതാണ്. നമുക്കിത് ആ നിലയിൽ നിങ്ങൾ ഓർക്കണം. ഈ പഴയ നിയമത്തിലെ ഈ യഹൂദ ചരിത്രം നാം പഠിച്ചു വരുമ്പോൾ എത്ര അത്ഭുതകരമായി ദൈവം ഈ സംവിധാനം അല്ലെങ്കിൽ ഈ പ്രവചനം നിറവേറുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതായിരുന്നു നിങ്ങൾ ഓർക്കണം. അതിലൊരു ഉദാഹരണം മാത്രം നിങ്ങളോട് ഞാൻ പറയാം. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 11-ന്റെ 1 മുതൽ 3 വരെ. ഈ ഭാഗം 2 രാജാക്കന്മാർ 11-ന്റെ 1 മുതൽ 3 വരെ. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗ്രഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഓർക്കണം, ഇത് വംശാവലിയിലുള്ള ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഒരു സുപ്രധാനമായ സംഭവമാണ്. ഈ വംശാവലിയിൽ രാജകീയ വംശാവലി ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് സകല രാജകുമാരന്മാരെയും കൊന്നു, ഒരുത്തൻ മാത്രം ശേഷിച്ചു. അപ്പൊ ദൈവത്തിന്റെ സംവിധാനം അത്ര വലുത്. ഒരുത്തൻ ശേഷിച്ചത് എങ്ങനെയാണ്? വളരെ രഹസ്യമായി ഒരു സ്ത്രീ ഈ കുഞ്ഞ് മരിക്കാതിരിക്കുവാൻ, അഹസ്യാവിന്റെ മകനായ യോവാശ് മരിക്കാതിരിക്കുവാൻ ഈ സ്ത്രീ എന്ത് ചെയ്തു? ബാല്യക്കാരത്തിയായിരുന്ന സ്ത്രീ ഇവനെ എന്ത് ചെയ്തു? ഇവനെ മോഷ്ടിച്ച് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ആരും അറിഞ്ഞില്ല. അങ്ങനെ ആ രാജകീയമായ കണ്ണി, ഇങ്ങനെ വംശാവലി തുടർന്നു വരുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന ഈ വംശാവലിയിൽ ആ ലിങ്ക്, ആ കണ്ണി മുറിഞ്ഞു പോകാതിരിക്കത്തക്കുള്ള പദ്ധതിയാണ്. അല്ലെങ്കിൽ വാസ്തവത്തിൽ അവിടെ വെച്ച് ഇത് അവസാനിച്ചത്. പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം ഭൂമിയിൽ നടക്കാതിരിക്കുവാൻ എല്ലാ പരിപാടികളും നോക്കിയെങ്കിലും ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതിയെ നടക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. നമ്മുടെ 12-ാം അധ്യായത്തിലേക്ക് വരാം, വെളിപ്പാട് പുസ്തകം. അവിടെ നാം അടുത്തായിട്ട് കാണുന്നത്, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഇത് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ഈ ആൺകുട്ടി എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെ പറയപ്പെടുന്ന സംഭവം, യേശുക്രിസ്തു ജനിച്ചു, യേശുക്രിസ്തു എന്ത് ചെയ്യപ്പെട്ടു? എടുക്കപ്പെട്ടു. അപ്പോൾ എന്ത് പറയുന്നുണ്ട്? ജനനവും പറയുന്നുണ്ട്, സ്വർഗാരോഹണവും പറയുന്നുണ്ട്. ഇടയ്ക്കത്തെ കാര്യം പറയുന്നേ ഇടക്കാലത്തുള്ളതായ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷയിൽ, ഐഹിക ജീവിതത്തിലെ ശുശ്രൂഷയുടെ കാലഘട്ടത്തെക്കുറിച്ച് മിണ്ടുന്നേ. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. വെളിപ്പാടെന്ന് പറയുന്നത് നടക്കുവാനുള്ളതായ സംഭവങ്ങൾ മറന്നു നീക്കി കാണിക്കുന്നതാണ്. നടക്കുവാനുള്ള സംഭവങ്ങൾ മറന്നു നീക്കി കാണിക്കുമ്പോൾ നടന്നു കഴിഞ്ഞ ഒരു സംഭവം എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. ന്യായമായ ചോദ്യമാണ്. നാം ഈ ഭാഗം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കണം, വേദപുസ്തകത്തിലെ പല ഭാഗങ്ങൾ ക്രമത്തിലല്ലാതെ നമുക്ക് വായിക്കാൻ കഴിയും. അതായത് സംഭവങ്ങൾ രേഖപ്പെടുത്തി അതിൻ്റെ ക്രമത്തിലല്ലാതെ പല ഭാഗങ്ങൾ. അതിൽ ആദ്യത്തെ പുസ്തകമായ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ പുസ്തകത്തിൽ ആ 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നോഹയുടെ കാര്യം അവിടെ പറയുന്നതിന് മുമ്പ് കായേന്റെ വംശാവലി, കായേന്റെ 6ഓ 7ഓ വംശാവലിയെ കുറിച്ച് അവിടെ പറയുന്നു. അത് വാസ്തവത്തിൽ മുമ്പ് നടന്ന സംഭവമാണ് നോഹയുടെ ജനനം. എന്നാൽ കായേന്റെ വംശാവലി പറഞ്ഞതിന് ശേഷമായിട്ടാണ് നോഹയെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോഴും വംശാവലിയുടെ കാര്യങ്ങൾ വരുമ്പോൾ പഴയ നിയമത്തിലെ സംഭവങ്ങൾ കൊണ്ടുവരാറുണ്ട്. യേശുക്രിസ്തു തന്നെ ഭൂമിയിൽ പ്രസംഗിച്ചതായ സമയത്തും ഒക്കെ പഴയ നിയമത്തിൽ നടന്നായ കാര്യങ്ങൾ യേശുക്രിസ്തു എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട് താൻ ശുശ്രൂഷ ചെയ്യാൻ സമയത്ത്. ഇപ്പോൾ ഈ അവതരണം അല്ലെങ്കിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പാട് പുസ്തകത്തിൽ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ അവതരിപ്പിക്കുമ്പോൾ അടുത്ത് നടക്കുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുമ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നടക്കുവാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ആകാശമണ്ഡലങ്ങളിലെ യുദ്ധങ്ങളാണ്.
അല്ലെങ്കിൽ പിശാചിനെ സ്വർഗത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പോകുന്നത്, തള്ളി താഴേക്ക് വിടുന്ന ഭാഗമാണ്. ആ കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഈ ആൺകുട്ടി വന്നു, ആൺകുട്ടി എന്ത് ചെയ്തു, പോയി എന്നുള്ളതാണ്. ഇതിനോട് ചേർന്ന് ഞാൻ ഒരു ചിന്ത കൂടെ പറയാം. ഇതെന്റെ ചിന്തയാണ്. കാര്യം ഇത് യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദൻ മനസ്സിലാക്കണം, ഈ ആൺകുട്ടി നിനക്ക് വേണ്ടി വന്നതാണെന്നുള്ളത്. കാരണം യഹൂദന്റെ മുമ്പിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. സ്ത്രീ ഇസ്രായേലാണ്. ഈ സ്ത്രീയാണ് ആൺകുട്ടിയെ പ്രസവിച്ചത്. ഈ സ്ത്രീ പ്രസവിച്ചതായ ആൺകുട്ടി എന്ത് ചെയ്തു, എടുക്കപ്പെട്ടു. യഹൂദനത് മനസ്സിലാവും. കാര്യം മശിഹായ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. മശിഹ വരാൻ വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന യഹൂദന് മനസ്സിലാകും മശിഹ വന്നിട്ട് പോയി എന്നുള്ളത്. ഇനിയും ഒറ്റ ഇതേ ഉള്ളൂ, ഈ മശിഹ രാജാവായി വരുന്നു എന്നുള്ളതായ നിലയിൽ ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ അവൻ രാജാവായി വരുന്നു എന്ന് പറയുന്ന ബന്ധത്തിൽ മാത്രമേ യഹൂദന് ഒരു ആശ്രയമുള്ളൂ, അല്ലെങ്കിൽ യഹൂദന് ഒരു പ്രതീക്ഷ അതിനോടുള്ള ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും ദൈവം എന്താഗ്രഹിച്ചുവോ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ ആർക്ക് കഴിഞ്ഞില്ല? യഹൂദന് കഴിഞ്ഞില്ല എന്ന് യഹൂദനെ ഓർപ്പിക്കുന്നതായിട്ടും കൂടെ നമുക്ക് ഈ ഭാഗം ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ഇനിയും സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവളെ അവിടെ 1260 ദിവസം പോറ്റേണ്ടത്, എക്സാക്ട്ലി 3.5 വർഷമാണ്. ഈ സ്ത്രീയെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അല്ലെങ്കിൽ മഹോപദ്രവത്തിന്റെ രണ്ടാം ഘട്ടം 3.5 വർഷമാണ്. ഈ 3.5 വർഷം മരുഭൂമിയിൽ അവളെ പോറ്റുവാൻ, അവളെ സംരക്ഷിക്കാനുള്ള ഒരു സ്ഥലം അവൾക്കുണ്ട് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ചിന്ത ഇതാണ്. പെട്ര എന്ന് പറയുന്ന ഒരു സ്ഥലം അറേബ്യയിലുണ്ട്. ഈ പെട്ര എന്ന് പറയുന്ന ആ സ്ഥലത്തിനുള്ള ബന്ധത്തിൽ അതിൻ്റെ ചുറ്റുപാടുകളും പാറക്കെട്ടുകളാണ്. അപ്പോൾ ഈ പാറക്കെട്ടുകളുടെ നടുക്ക് മനോഹരമായൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്നുള്ള നിലയിലാണ്. ഏതായാലും കൊള്ളാം, ഇസ്രായേലിനെ മഹോപദ്രവത്തിന്റെ അവസാന സമയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള നിലയിലാണ് നാം ഈ ഭാഗത്തെ കാണേണ്ടത്. ഇനി അടുത്തതായിട്ട് മീഖായേൽ രംഗത്ത് വരികയാണ്. മീഖായേൽ, അതായത് 7-ാം വാക്യം വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതായി. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ ആകാശമണ്ഡലത്തിൽ, അതായത് സ്വർഗത്തിൽ യുദ്ധം നടന്നു എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഈ യുദ്ധം മീഖായേലും ഈ പിശാചുമായിട്ട് നടക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് ദൈവസിംഹാസനത്തിന് തൊട്ട് മുമ്പിൽ നടക്കുന്ന ചിന്ത എനിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ദൈവസിംഹാസനത്തിന്റെ മുൻഭാഗം എന്ന് പറയുന്ന ഒരു യുദ്ധക്കളമൊന്നുമല്ല, ഒരു പോർക്കളമല്ല. എന്നാൽ ആകാശമണ്ഡലം എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അപ്പോൾ ആകാശമണ്ഡലത്തിൽ യുദ്ധം നടക്കുകയാണ്. ഈ ആകാശമണ്ഡലത്തിലെ യുദ്ധം നടക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, പിശാചിന് ദൈവസിംഹാസനത്തിലേക്ക് ചെല്ലാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. കാര്യം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവൻ ദൈവസന്നിധിയിൽ ചെന്നു, ദൈവത്തിന്റെ ദൂതന്മാർ ചെന്ന കൂട്ടത്തിൽ ചെന്നേക്കാണ്. എന്നിട്ട് ഇയ്യോബിനെ കുറ്റം അവിടെ ദൈവസന്നിധിയിൽ ഉണർത്തിച്ചു. ഇത് നമ്മൾ കാണുന്നുണ്ട്. അതിനാൽ അല്പം കൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാം, ദൈവസന്നിധിയിൽ ദൈവമക്കളെ രാപ്പകൽ അപവാദം പറഞ്ഞുകൊണ്ടിരുന്ന പിശാച് എന്നുള്ളത് കാണുന്നു. അപ്പോൾ ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ദൈവസന്നിധിയിൽ പിശാചിന് പ്രവേശനമുണ്ടോ ചെല്ലുന്നുണ്ടായിരുന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ യുദ്ധം നടക്കുന്ന മീഖായേലും പിശാചും കൂടെ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ആകാശമണ്ഡലത്തിൽ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ദൈവത്തിന്റെ ദൂതന്മാരെന്നുള്ള നിലയിൽ നാം കാണുന്ന ദൈവത്തിന്റെ ദൂതന്മാർ കോടി എന്നുള്ള നിലയിൽ 1000 എന്നൊക്കെ നിലയിൽ സംഖ്യ പറയുന്നെങ്കിലും ദൈവദൂതന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതനാണ് നിൽക്കുന്ന ആരാണ്? മീഖായേലാണ്. കാര്യം പ്രധാന ദൂതനായ മീഖായേൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവത്തിന്റെ ജനത്തിന് തുണ നിൽക്കുന്ന ആളെന്നുള്ളതായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗവും ഇത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ടതാണെന്നുള്ളൊരു തെളിവാണ്. കാര്യം ദാനിയേൽ പ്രവചനത്തെ നമ്മൾ കണ്ടു, ആ കാലത്ത് സ്വജാതിക്ക് വേണ്ടി തുണ നിൽക്കുന്നതായ മഹാപ്രഭുവായ ആരെഴുന്നേൽക്കും? മീഖായേലിനെ അയക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ദൂതനാണ് ആരെ? മീഖായേൽ. വളരെ സ്വാധീനമുണ്ട്. കാര്യം ഈ മീഖായേൽ ദൂതൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിൽ സ്വാധീനമുള്ള ആളാണ്. ഇനി ഈ മീഖായേലിനെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ കാണുന്നത് കുറഞ്ഞത് 5 സ്ഥലങ്ങളിലുണ്ട്. മീഖായേലിനെ കുറിച്ചുള്ള പരാമർശനം കുറഞ്ഞത് 5 സ്ഥലങ്ങളിലുണ്ട്, 3 പുസ്തകത്തിലായിട്ട്. അതിൽ 3 പ്രാവശ്യം പറഞ്ഞേക്കുന്നതും ദാനിയേൽ പ്രവചനത്തിലാണ്. അതിനുശേഷം നാം വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം ഇവിടെ മീഖായേലിനെ കുറിച്ച് കാണുന്നുണ്ട്.
യൂദായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യൂദായുടെ പുസ്തകത്തിൽ മോശയുടെ ജഡത്തോടുള്ള ബന്ധത്തിൽ മീഖായേൽ പിശാചിനോട് തർക്കിച്ചും വാദിച്ചും നിൽക്കുന്ന ആ രംഗം. എനിവേ, മീഖായേലിനെ കുറിച്ച് ഇങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ മീഖായേൽ തനിയല്ല, ഇവിടെ ഏറ്റവും ശക്തനായ ദൂതനാണെന്ന് ഓർക്കണം. അപ്പോൾ പിശാച് എന്ന് പറഞ്ഞ വളരെ ശക്തമായ സംവിധാനം പിശാചിനുണ്ട്. ഇവിടെ പിശാചിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടുവാൻ മീഖായേൽ ഒറ്റയ്ക്കല്ല. മീഖായേലിന്റെ കൂടെയുള്ളതായ ദൂതസംഘവും മീഖായേലിന്റെ കൂടെയുണ്ട്. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ മീഖായേലിനോടും കൂട്ടുകാരോടും മഹാസർപ്പവും സംഘവും പടവെട്ടി എങ്കിലും എന്ത് ചെയ്തില്ല? എങ്കിലും വിജയിച്ചില്ല. അപ്പോൾ വിജയിക്കാതെ വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. എന്ത് ചെയ്തു? അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ 8-ാം വാക്യത്തിൽ സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ എന്ത് ചെയ്തില്ല? ഇതിനെ കണ്ടുമില്ല. അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന മണ്ഡലം അല്ലെങ്കിൽ ഈ ആകാശമണ്ഡലത്തിൽ സ്വർഗമണ്ഡലങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന അധികാര കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം പിശാചും സംഘവും എന്ത് ചെയ്യപ്പെട്ടു? തള്ളപ്പെട്ടു. അപ്പോൾ ആകാശമണ്ഡലത്തിൽ നിന്ന് തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എവിടേക്കാ? ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ തള്ളി ഭൂമിയിലേക്ക് വിടുകയാണ്. ഇങ്ങനെ തള്ളി ഭൂമിയിലേക്ക് വിടുന്ന അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ നിന്ന് തള്ളി വിടുന്നതിനുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് സാത്താനെ എന്ത് ചെയ്യുന്നത്? തള്ളി ഭൂമിയിലേക്ക് വിടുന്നത്. ദൈവസിംഹാസനത്തിന് മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും, ഞാൻ വാണരുളും എന്നുള്ളതാ നിലയിൽ അവിടെയാണ് അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ പിശാചിനെ വെട്ടി താഴെ ഇട്ടതാണ്. അങ്ങനെ ഒരു രംഗമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അതിനുശേഷം ഇവിടെ 2ാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് കാണുന്ന ഭാഗം ആകാശമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമുള്ളതായ സ്വർഗമണ്ഡലത്തോടുള്ള ബന്ധത്തിൽ പിശാചും തൻ്റെ സംഘവും എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുക? ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ സ്വർഗത്തിൽ അവരുടെ സ്ഥലം എന്നെ കണ്ടതുമില്ല. 9-ാം വാക്യത്തിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് 4 പേര് ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. 4 പേര്. മഹാസർപ്പം, പിശാച് 4 പേരോടുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. ഏതെന്നിലെ പാമ്പ്? പഴയ പാമ്പ്. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. 4 കാര്യങ്ങൾ, 4 പിശാചിന് 4 പര്യായ പദങ്ങൾ ഇവിടെ പറയപ്പെടുന്നു. അതായത് മഹാസർപ്പം, പഴയ പാമ്പ്, പിന്നെ പിശാച്, സാത്താൻ. ഇതെല്ലാം അവന്റെ പര്യായ പദങ്ങളാണ്. അടുത്തായിട്ട് അവന്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് 10-ാം വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ ഈ പിശാചിനെയും സംഘത്തെയും ഭൂമിയിലേക്ക് തള്ളിയിട്ടതായ ഉടനെ സ്വർഗത്തിൽ ഞാനൊരു മഹാശബ്ദം കേട്ടു. മഹാശബ്ദം. ഈ മഹാ എന്നുള്ള പ്രയോഗം ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ ഇനിയും പല ഭാഗങ്ങളിൽ കാണും. യോഹന്നാൻ പറയുന്നത് എല്ലാം മഹാ എന്ന് ചേർത്താണ്. അപ്പോൾ മഹാസർപ്പം, ഇവിടെ വരുമ്പോൾ മഹാശബ്ദം. അപ്പോൾ ഈ മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ രാജ്യത്വം ക്രിസ്തുവിന് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ കാര്യം തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിന് ആരംഭമിട്ടു എന്നുള്ളതാണ് കാര്യം. ആരെ തള്ളിയിട്ടപ്പോൾ? സാത്താനെ തള്ളിയിട്ടപ്പോൾ. ഇത് സ്വർഗത്തിലെ ഘോഷമാണ്. അടുത്ത വാക്യം. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. ഇതാണ് ഇപ്പോൾ പിശാചി ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിയുടെ ശുശ്രൂഷയ്ക്ക് എന്ത് ചെയ്യുക? അവസാനം ഇടുക. ഇപ്പോഴത്തെ പുള്ളിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? അപവാദം കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതാണ് ജോലി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആത്മീയരെന്ന് പറയുന്ന അല്ലെങ്കിൽ നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ആരും എന്തല്ല, പൂർണ്ണരല്ല. നമ്മളിലെല്ലാം വീഴ്ചകളുണ്ട്, നമ്മളിലെല്ലാം കുറവുകളുണ്ട്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും കഴുകൽ പ്രാപിക്കേണ്ടതായ ശുദ്ധീകരണം പ്രാപിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ. കർത്താവിൻ്റെ രക്തത്തെ നാം ആശ്രയിച്ച് ജീവിക്കുകയാണ്. അല്ലാതെ ഒരിക്കൽ കഴിച്ചതായ ശുദ്ധീകരണം കൊണ്ട് നമ്മുടെ നിത്യത വരെ അങ്ങ് പോകാമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നില്ല. എന്നാൽ സംഭവിക്കുന്ന എന്നാണെന്ന് ചോദിച്ചാൽ,
നാം ദൈവസന്നിധിയിൽ ഇതുപോലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിക്കുമ്പോൾ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യം നമ്മളിൽ നടക്കുമ്പോൾ, ഇതാദ്യം ദൈവസന്നിധിയിൽ എടുത്ത് ഉന്നയിക്കുന്ന ആൾ പിശാചാണ്. കണ്ടോ, ഇന്നയാൾ ഭയങ്കര ശുശ്രൂഷയാണെന്നാണ് പറയുന്നത്, അവൻ്റെ പരിപാടികളുണ്ട്, ഇപ്പം ഞാൻ കണ്ടു എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ ഇത് ഉണർത്തിക്കുകയാണ്. പക്ഷെങ്കിൽ മനോഹരമായ ഒരു ചിത്രം കൂടെ നാം ഈ ഭാഗത്ത് ഓർക്കണം. രാപകൽ ദൈവസന്നിധിയിൽ അപവാദം പറഞ്ഞുകൊണ്ട് ഒരുവൻ നിൽക്കുമ്പോൾ, മറുസൈഡിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തു പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം അണയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ റോളിൽ, ഒരു വക്കീലിൻ്റെ റോളിൽ നിന്നുകൊണ്ട് ദൈവകുമാരൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അങ്ങനെയല്ല, അവന് രക്തത്തിൻ്റെ വിലയാണ്, അവനെ വെട്ടിക്കളയരുത്, അവന് അവസരം കൊടുക്കണം, അല്ലെങ്കിൽ അവനെ ശുദ്ധീകരിച്ച് മടക്കിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പുത്രൻ, ഈ പുത്രൻ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവനെ തള്ളിയിട്ടതിൻ്റെതായ സന്തോഷമാണ് സ്വർഗത്തിൽ. 11, 12 വാക്യങ്ങൾ വായിക്കും. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ അവരുടെ ജയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ എങ്ങനെ ജയിക്കുന്നു എന്നുള്ളതാണ്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ജയത്തിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. എന്തിലേ ഉള്ളൂ? കുഞ്ഞാടിന്റെ രക്തത്താലേ ഉള്ളൂ. കുഞ്ഞാടിന്റെ രക്തത്തിന് മുമ്പ് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും ഒക്കെ രക്തമുണ്ട്. പക്ഷെ കാൽവറിയിൽ ദൈവകുമാരന്റെ രക്തം ചൊരിഞ്ഞതിന് ശേഷം അതിന് തുല്യമായി മറ്റൊരു രക്തവുമില്ല എന്നുള്ളത് നാം ഓർക്കണം. ഒന്നാം സ്ഥാനം കുഞ്ഞാടിന്റെ രക്തത്തിന് തന്നെയാണ്. അപ്പോൾ ജയിപ്പാനുള്ളതായ മാർഗം യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതിന് തുല്യമായ മറ്റൊന്നുമില്ല രക്തത്തിൽ. അതുകൊണ്ടാണ് ദൈവദാസന്മാർ കൂടെ പറയുന്നത്, രക്തത്തിൽ ആശ്രയിച്ചാൽ എന്തുണ്ട്, അതിൽ തന്നെ ജയമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവകുമാരന്റെ രക്തത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിൽ തന്നെ പവർഫുള്ളാണ്. അതിൽ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തുമാത്രം അതിലേക്ക് ഇറങ്ങാൻ കഴിയുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിന് കൊടുക്കുന്ന പവർ അനുസരിച്ച് നമ്മുടെ ഒരു വിഷയത്തിന്റെ നടുവിൽ ദൈവകുമാരന്റെ രക്തത്തിന്റെ ശക്തി മതി എനിക്കിതിനെ മറികടക്കുവാൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ആ വിഷയം നമുക്ക് വലുതല്ല. പക്ഷെ പലപ്പോഴും വിഷയത്തെക്കാൾ ചെറുതായിട്ടാണ് നമ്മൾ ദൈവിക വിഷയങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവകുമാരന്റെ രക്തത്തിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ എന്ത് ചെയ്തില്ല, സ്നേഹിച്ചതുമില്ല. അപ്പോൾ ഈ ആളുകളെ, ഇവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത് തങ്ങളുടെ സാക്ഷിയിൻ വചനം എന്ന് സാക്ഷി എന്ന് പറയുന്നത് രക്തസാക്ഷി എന്നുള്ള അർത്ഥത്തിലാണ്, മാർട്ടിവേഴ്സ്. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ തങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് ഇവർക്ക് എന്നല്ല, വിലയേറിയതായി എണ്ണിയില്ല എന്നുള്ള, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ദൈവിക വിഷയത്തോടുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജീവൻ തങ്ങൾക്ക് വിലയേറിയതായി തോന്നുന്നില്ല. മരണപര്യന്തം മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ആ നിലപാടിലേക്ക് ഈ ജനം എത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം 12 വാക്യത്തിൽ, ആകയാൽ, അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു അന്തരീക്ഷത്തിൽ, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കുകയും. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെതായ ഒരു രംഗമാണ്. സ്വർഗത്തിലും അതിൽ വസിക്കുന്നവരും ആനന്ദിക്കട്ടെ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. കാരണം എന്തുവാ? ആകാശമണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന ആളിവിടെ വന്നു. ഫുൾ ടൈം ശുശ്രൂഷ ഇനി ഇവിടെയാണ്, ഭൂമിയിലാണ്. നേരത്തെ ആകാശമണ്ഡലത്തിലാണ്, അവിടെ താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന ദുഷ്ടാത്മസേന പൂർണ്ണമായും താഴെ എത്തിയപ്പോൾ, ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ സ്വർഗത്തിലെ ശബ്ദം ഇതാണ്, ഭൂമിക്ക് ഇനി എന്താ? ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ടോ, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ, അതായത് ഞാൻ വീണ്ടും പറയും, യോഹന്നാന്റെ അടുത്ത പ്രയോഗമാണ് മഹാക്രോധം. തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഇദ്ദേഹത്തിന്റെ ആകാശമണ്ഡലത്തിന് താഴോട്ടുള്ള വരവ്. ഇദ്ദേഹം താഴോട്ട് വന്ന് പതിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ശൗര്യം കൂടി, പവർ കൂടി. പവർ എന്ന് പറഞ്ഞാൽ വാശി അല്പം കൂടെ കൂടി. ആകാശമണ്ഡലങ്ങളിൽ താൻ നേരത്തെ ആയിരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് തള്ളപ്പെട്ടു താഴേക്ക് വന്നിരിക്കുകയാണ്. താഴേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനി അല്പകാലമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അല്പകാലമേ ഉള്ളൂ എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ശക്തി മുഴുവൻ എടുക്കുക എന്നുള്ളതാണ് സാധാരണ സംഭവിക്കുന്ന കാര്യം. അതാണ്
തൻ്റെ അവസാനിക്കാൻ പോകുമ്പോൾ ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് ഭൂമിയിലുള്ളവർക്ക് അയ്യോ കഷ്ടം. കാരണം പിശാചിൻ്റെ പൂർണ്ണ ശക്തിയോടെ പിശാച് ഭൂമിയിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇതിനോട് ചേർത്ത് വേണം നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ചതായ സ്ത്രീയുടെ ഓടിപ്പോക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട്. അതാണ് ഈ അടുത്ത ഭാഗം. അടുത്ത 13-ാം വാക്യം വായിക്കും. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. നോക്കണം, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട്. തിരിച്ചിനി അങ്ങോട്ട് പ്രവേശനം ഇല്ലതായി. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആരെയാ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഇത്ര നാൾ ഇരുന്നത്? ആൺകുട്ടിയാണ്. ആൺകുട്ടിയെ കിട്ടിയില്ല. ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടി സ്വർഗത്തിലേക്കും പോയി, സ്വർഗസിംഹാസനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ അമ്മ ഇരിക്കട്ടെ എന്ന് വെച്ചു. അല്ലെങ്കിൽ ഈ അമ്മ ഇവിടെ ഈ പറയുന്ന സ്ത്രീ എന്നുള്ള നിലയിൽ ആരെ? ഇസ്രായേൽ. ഇവന് ജന്മം കൊടുത്ത ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നല്ല ഉത്ഭവിച്ചത്. ഇവന് ഭൂമിയിൽ ജന്മം കൊടുത്ത ഈ ജാതിക്കിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള അവൻ്റെ വിഷയം. അതുകൊണ്ട് മകനെ കിട്ടിയില്ല, പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ളതായ സിദ്ധാന്തമാണ്. ഈ ഉദ്ദേശിച്ചത് മകനെയാണ്. മകനെ കിട്ടിയില്ല. മകനെ കിട്ടാൻ തന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവന് ജന്മം കൊടുത്ത ജാതി, ഇവന് ജന്മം കൊടുത്ത സമൂഹം അവർക്കിട്ട് തന്നെ അടുത്ത പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ നേരെ മഹാസർപ്പത്തിന്റെ കോപം ജ്വലിക്കുന്നത്. കാര്യം മകനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി അറ്റാക്ക് ചെയ്യാനായിട്ട് ആകെ ഉള്ളത് ഈ സ്ത്രീയേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ജാതിയേ ഉള്ളൂ അവിടെ. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. നിങ്ങൾ ഓർക്കണം, ഇസ്രായേൽ മക്കളെ മിസ്രൈമാകുന്ന ഇരുമ്പുലയിൽ നിന്നും വിടുവിച്ച് വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുവന്നത് പറന്നൊന്നുമല്ലേ? അവർ പറന്നൊന്നുമില്ല, അവർ മരുഭൂമി നടക്കുമായിരുന്നു. എന്നാൽ അവരുടെ ആ വരവിനെ കുറിച്ച്, അല്ലെങ്കിൽ കനാനിലേക്ക് അവരെ കൊണ്ടുപോയതിനെ കുറിച്ച് ദൈവം പറഞ്ഞേക്കുന്ന ഒരു വാക്യമുണ്ട്. പുറപ്പാട് പുസ്തകം 19:4 വായിച്ചു. പുറപ്പാട് 19:4. അത് ഇതുകൂടെ ചേർത്ത് വേണം നമ്മൾ ചിന്തിക്കാൻ. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതാണ് ചെങ്കടൽ അവരെ എന്ത് ചെയ്തു? മുക്കിക്കളഞ്ഞു എന്നുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളോട് ചെയ്തത്, നിങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു എന്നുള്ളത് ശരിയാണ്. നിങ്ങൾ ധരിച്ചതായ വസ്ത്രം പഴകിപ്പോയില്ല, നിങ്ങളുടെ കാലിലെ ചെരുപ്പ് ദ്രവിച്ചില്ല. പക്ഷെ ഓർക്കണം, ഞാൻ നിങ്ങളെ എന്തുപോലെ വഹിക്കുകയായിരുന്നു? കഴുകൻ ചിറകിൽ വഹിക്കുന്നത് പോലെ. അപ്പോൾ ഈ പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തമായ പക്ഷി എന്ന് പറയുന്നത് കഴുകനാണ്. ഈ ചിറകിനെ കുറിച്ച് പറയുന്നത് മുഴുവൻ പ്രൊട്ടക്ഷൻ എന്നുള്ളതായ നിലയിലാണ്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രൊട്ടക്ഷനാണ്. ചിറകെന്ന് പറയും, വിങ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് കോഴിയോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, കഴുകനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് 91-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ചിറകിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മറയ്ക്കുന്നു എന്നുള്ളതായ നിലയിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രൊട്ടക്ഷനാണ്. നമുക്ക് അറിയാമല്ലോ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കോഴിയെ അടവയ്ക്കുകയും കുഞ്ഞുങ്ങളുമായിട്ട് കള്ളക്കോഴി നടക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അതൊക്കെ ഇല്ലാത്ത കാലമാണ്. ആ സമയത്ത് നമുക്കറിയാം, പരുന്തോ അല്ലെങ്കിൽ അതുപോലുള്ളതായ ജീവികൾ ഈ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വന്നാൽ ഉടനെ കോഴി ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ അരികിൽ ഓടിയെത്തുന്നു, അതിനെ സംരക്ഷിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, ഇസ്രായേലിനോട് പറയുന്നു, നിന്റെ മരുഭൂമിയിലൂടെ നടത്തി കൊണ്ടുവന്നു എന്നുള്ളത് പറയുമ്പോൾ ഓർക്കണം, എൻ്റെ ചിറകിൽ ഞാൻ നിങ്ങളെ വഹിച്ച് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതായ അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അപ്പോൾ 2 ചിറക് ഈ സ്ത്രീക്ക് ലഭിച്ചു പറന്നു പോകുവാനായിട്ട്. അതായത് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പറന്നു പോകുവാൻ. ഇതിനോടുള്ള ബന്ധത്തിൽ പല അർത്ഥങ്ങളുണ്ട്, പല ചിന്തകളുണ്ട്. നമ്മൾ ആധുനിക നിലയിൽ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ, വിമാനത്തിൽ ഇവരെ രക്ഷാസങ്കേതത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. കാര്യം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ട്. നമ്മളത് പിന്നീട് പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അതെ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനെ
സഹായിക്കുന്ന ആളുകളുണ്ട്, അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ അവരെ സഹായിക്കുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സദാം ഹുസൈൻ പണ്ട് കുവൈറ്റ് ആക്രമിച്ച സമയത്ത് അവിടെ ആകെപ്പാടെ ബുദ്ധിമുട്ടിയതായ ആളുകളെ, നമ്മുടെ ഇന്ത്യക്കാരെയൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്നുള്ള എയർലൈൻസുകൾ ചെന്ന് അവരെ എന്ത് ചെയ്യുക? കൂട്ടം കൂട്ടമായിട്ട് ഇന്ത്യയിൽ എത്തിച്ചു. കാര്യം ഇന്ത്യയുടെ പൗരന്മാരാണ് അവർ എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന ചില ലോകരാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ജനത്തിന് ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് അവരെ മാറ്റുവാൻ, വിമാനത്തിൽ അവിടേക്ക് മാറ്റും എന്ന് ഈ വാക്യത്തിനെ വിളിച്ചത് ചിന്തിച്ചാൽ കുഴപ്പമുള്ള ആശയമൊന്നുമല്ല. കാര്യം കഴുകന്റെ ചിറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിപാലനം എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. സ്ത്രീക്ക് കേടുപറ്റാതിരിക്കുവാൻ അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് അവളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് അവളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ള നിലയിൽ അതിനെ കണ്ടാൽ മതി. അങ്ങനെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. വീണ്ടും 3.5 വർഷത്തിന്റെ കാര്യമായി പറയും. അതാണ് ഞാൻ പറഞ്ഞ ഈ അധ്യായം ആരംഭിച്ചപ്പോൾ നമ്മൾ സ്ത്രീ ഓടിപ്പോയെന്ന് കണ്ടു. അവിടെ കറക്റ്റ് ദിവസത്തിന്റെ കണക്ക് പറയും. ഇവിടെ ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. 3.5 വർഷം എന്നുള്ളതാണ് നിലയിൽ അവിടെ പോറ്റി രക്ഷിച്ചു. 15-ാം വാക്യം, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. അപ്പോൾ ഇനി അടുത്തത് സർപ്പത്തിന് ചെയ്യാനൊക്കുന്ന പരിപാടിയാണ്. നമ്മൾ ഓർക്കണം, പിശാച് എന്ന് പറയുന്ന ആൾ തന്ത്രശാലിയാണ്. അതുകൊണ്ടാണ് ലേഖനത്തിൽ നമ്മളോട് പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കും. പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണ്. പിശാച് ഒന്നിനു പുറകെ ഒന്നായി തന്ത്രത്തിലൂടെ, ഉപായത്തിലൂടെയാണ് പിശാച് വിജയിക്കുന്നത്. ഉപായത്തിലൂടെയാണ്. അത് ഏതൻ തോട്ടത്തിൽ തന്നെ തുടങ്ങിയത് അങ്ങനെയാണ്. ഹവ്വായുടെ ഒരിക്കൽ ഉപായത്തിലൂടെയാണ് വഞ്ചിച്ചു എന്ന് പറയും. അപ്പോൾ ഈ പിശാചിന്റെ തന്ത്രം എന്ന് പറയാൻ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവളെ ഇല്ലാതാക്കുവാൻ വേണ്ടി പിശാചിന്റെ അടുത്ത പണി, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന്, ഓർക്കണം മരുഭൂമിയിലാണ്, ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. അപ്പോൾ ഈ മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും വെള്ളം ചാടിക്കുകയാണ്. ആരെ ഒഴുക്കിക്കളയാൻ? ഈ സ്ത്രീയെ ഒഴുക്കിക്കളയാൻ വേണ്ടി മഹാസർപ്പം വായിൽ നിന്നും വെള്ളം ചാടിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് വെള്ളം ചാടിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ സമൂഹം, ഈ ഇസ്രായേൽ ജാതി ഈ വെള്ളത്തിൽ എന്ത് ചെയ്യും? ഒഴുകിപ്പോകും. ചെങ്കടലിൽ ആരൊഴിയ പോലെ, മിസ്രയീമിൽ ചെങ്കടലിൽ മുങ്ങിയതുപോലെ ഇസ്രായേൽ ജാതി ഈ വെള്ളത്തിൽ എന്ത് ചെയ്യും? മുങ്ങും. ഇല്ലാത്തൊരു നദി ഇവിടെ ഉണ്ടാവുക, ഇല്ലാത്ത ഒരു പ്രളയം ഇവിടെ ഉണ്ടാകുകയാണ്. പിശാച് ഉണ്ടാക്കുന്ന ഒരു പ്രളയത്തിൽ ഇവരെ മുക്കിക്കൊല്ലുക, അതിനുള്ള പരിപാടിയാണ്. പക്ഷെങ്കിൽ ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? ഭൂമി സ്ത്രീക്ക് തുണന്നു. അപ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ സഹായം വരുന്ന വഴികൾ. പിശാച് ഒരു സ്ഥലത്ത് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സഹായം വരുന്ന ഒരു പർവ്വതമുണ്ട്, നമുക്ക് വേണ്ടി സഹായം ഒരുക്കുന്ന സംവിധാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പ്രളയത്തിൽ ഇല്ലാതാക്കുവാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോൾ ഈ പ്രളയത്തെ എന്ത് ചെയ്തു? ഭൂമി എന്ത് ചെയ്തു? ഭൂമി വായ തുറന്ന് വിഴുങ്ങി. ഭൂമി ദൈവം പറയുന്ന പോലെ കേൾക്കുന്ന ആ ഭൂമി ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന സമയത്തും ദൈവം പറയുന്നത് പോലെ ഭൂമി നടന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഭൂമിയെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നു അത് ദൈവം നടത്തിയെടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവന്റെ അധീനതയിൽ വിട്ടുകൊടുത്തു എന്നുള്ളത് വേറൊരു കാര്യം. പഴയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ പാപം ചെയ്തതായ ഭൂമിയിൽ തന്നെയാണ് ആ സംഭവവും. മിസ്രയീമിൽ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തേക്ക് നടക്കുമ്പോഴാണ് ഭൂമി പിളർന്നു. എന്ത് ചെയ്തു? മത്സരികൾ എന്ത് ചെയ്തു? ആ ഭൂമിയുടെ പിളർപ്പിൽ അടിയിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് കാണാം. മോശയോട് മത്സരിച്ചതായ ആളുകൾ, അല്ലെങ്കിൽ നേതൃത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്തതായ ആളുകൾ, അവർ മത്സരികൾ. അവരെ ഭൂമി അവിടെയും പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമി വായ് പിളർന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഭൂമി വായ് പിളർന്നത് സംഹരിക്കാനല്ല, ഇവിടെ ഭൂമി വായ് പിളർന്നത് സംരക്ഷിക്കാനാണ്. ഇസ്രായേൽ ജാതിയെ അല്ലെങ്കിൽ സ്ത്രീയെ, ഈ ഇസ്രായേൽ ജാതിയെ സംരക്ഷിക്കുവാൻ പിശാച് പ്രളയം ഉണ്ടാക്കുമ്പോൾ ആ പ്രളയത്തെ ഭൂമി പിളർന്നു കഴിഞ്ഞപ്പോൾ പിശാച് ഒഴുക്കിയ പ്രളയം അതിലങ്ങില്ലാതെ. അപ്പോൾ ഇസ്രായേലിനൊന്നും സംഭവിക്കുന്നില്ല. അവിടെ അടുത്തായിട്ട് മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അപ്പൊ അടുത്ത യുദ്ധമാണ്. ആകാശമണ്ഡലത്തിലെ യുദ്ധം കഴിഞ്ഞു. ആകാശമണ്ഡലത്തിലെ യുദ്ധം ആര് തമ്മിലായിരുന്നു? മീഖായേലുമായിട്ടായിരുന്നു, ദൂതന്മാരോടായിരുന്നു. അപ്പോൾ ദൂതസംഘങ്ങൾ തമ്മിലുള്ളതായ യുദ്ധമായിരുന്നു. ആകാശമണ്ഡലത്തിലായിരുന്നു. മഹാസർപ്പത്തിന്റെ ദൂതന്മാരും അതുപോലെ തന്നെ മീഖായേലിനോടുള്ള ദൂതസംഘവും ആകാശത്തിൽ പോരാടി.
അവിടെ ദൂതസംഘത്തും മിഖായേലിനോടും സംഘത്തോടും ജയിക്കുവാൻ ഈ മഹാസർപ്പത്തിനും സംഘത്തിനും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത യുദ്ധസന്നാഹം ഒരുങ്ങുകയാണ്. ആ അടുത്ത യുദ്ധസന്നാഹം എന്ന് പറയുന്നത് സ്ത്രീ. ആ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിനെ ഇല്ലാതാക്കുവാൻ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതി, സ്ത്രീയുടെ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിൽ മേൽ നിന്നും അടുത്തൊരു കരയുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത യുദ്ധത്തിനുള്ളതായ സന്നാഹം അല്ലെങ്കിൽ യുദ്ധത്തിനുള്ളതായ വട്ടം കൂട്ടുന്ന രംഗത്തേക്കാണ് ഈ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമായി എത്ര കൃത്യമായി നിറവേറുന്നു എന്നുള്ളത് ഇന്ന് രാത്രികാലവും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവനെ സംരക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ അവിശ്വസ്തത കാണിച്ച ഒരു ജനത്തോട്, ദൈവത്തോട് അവിശ്വസ്തത, നന്ദികേട് കാണിച്ചതായ ഒരു സമൂഹത്തോട് ദൈവത്തിനുള്ളതായ താല്പര്യം, ദൈവത്തിനുള്ളതായ ആർദ്രത, അവരെ മടക്കി വരുത്തുവാൻ പിതാക്കന്മാരോട് ചെയ്ത ദൈവത്തിൻ്റെ പ്രമാണം, അബ്രഹാം മുഖേന ദൈവം കൊടുത്തതായ വാഗ്ദാനങ്ങൾ, ആ അബ്രഹാം മുഖേന ദൈവം വെച്ചതായ സമ്മതം അല്ലെങ്കിൽ ഉഭയസമ്മതങ്ങൾ, ഇതെല്ലാം ഓർത്ത് മടക്കിക്കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് നാം ഓർക്കണം. അതിൽ പിശാച് അതിനെ തകർക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയാലും ദൈവത്തിൻ്റെ പദ്ധതിയെ വിജയിക്കുകയുള്ളൂ എന്നുള്ളത് നാം അറിയണം. ആത്യന്തികമായി ദൈവത്തിൻ്റെ ദൈവിക കാര്യപരിപാടിയെ വിജയിക്കത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കണം. മഹോപദ്രവത്തിൻ്റെ അവസാനത്തിൽ ആകാശമണ്ഡലത്തിലെ യുദ്ധത്തിൽ പിശാച് പരാജയപ്പെട്ടു. അതിനുശേഷമായിട്ട് അടുത്ത് നാം ഇനി ചിന്തിക്കാനുള്ള ആ ഭാഗത്ത് കരയിൽ നടക്കുവാനുള്ള ഘോരമായ യുദ്ധങ്ങളുടെ സന്നാഹങ്ങളാണ്. അവിടെയും പിശാചിന് വിജയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നാം ഓർക്കണം. ആത്യന്തികമായ വിജയം ദൈവത്തോടും ദൈവത്തിൻ്റെ പക്ഷത്തുമാണെന്നുള്ളത് നാം തിരിച്ചറിയുക. ഈ കൃപായുഗത്തിൽ ഞാൻ കൂടെ പറയുന്നത് പോലെ കൃപായുഗത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചതായ നാം നിസ്സാരന്മാരല്ല. നാം അത് ഓർക്കണം. ഇത് ഭാഗ്യം ലഭിച്ച സാക്ഷാൽ നമുക്ക് ഭാഗ്യം ലഭിച്ചു, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. യാതൊരു അർഹതയുമില്ലാത്തതായ നമുക്ക്, ഇസ്രായേൽ പ്രവൃത്തിയോട് സംബന്ധമില്ലാത്തവരായി, വാഗ്ദത്തത്തിന് നിയമങ്ങൾക്ക് അന്യരായി, ഒരു ബന്ധവുമില്ലാതെ കിടന്നതായ എനിക്ക് നിങ്ങൾക്കും കൃപ ലഭിച്ചു എന്നുള്ളതാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പകർന്നു എന്നുള്ളതാണ്. നമ്മളെ ദൈവം പരിപാലിക്കുന്ന വഴികൾ എത്ര വലുതാണ്, നമ്മളെ ദൈവം പുലർത്തുന്ന വഴികൾ എത്ര മഹത്തായ വഴികളാണ്. സംഭവപൂർവമായ കഴിഞ്ഞ വർഷത്തിൽ എത്ര അത്ഭുതകരമായി ദൈവം നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കി, എത്ര അത്ഭുതകരമായി ദൈവം നമ്മളെ പരിപാലിച്ചു. ആ ദൈവം വിശ്വസ്തനാണ്. പുതൊരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ പുതുവർഷത്തിൽ 2013 നമ്മളെ നടത്തുവാൻ, നമ്മളെ ആവശ്യങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ, നമ്മളുടെ വിഷയങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ, നമ്മളെ ഒടുക്കിക്കളയുവാൻ പിശാച് ഒരുക്കുന്ന സംവിധാനങ്ങളുടെ മുമ്പിൽ, നമ്മളെ ഇല്ലാതാക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ നമുക്ക് വേണ്ടി അത്ഭുതകരമായ വഴി ഒരുക്കുവാൻ കഴിയുന്ന ദൈവകുമാരനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് വിശുദ്ധിയോടുകൂടി വേർപാടോടുകൂടി നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവവചനത്തിന്റെ തെളിമയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.